ഒടുവിൽ പോലീസ് നിഷ്ക്രിയരായി നിരാലംബരായി നിന്ന സ്ഥാനത്ത് കോടതി വടിയെടുത്തപ്പോൾ സംസ്ഥാനത്തെ CPM നേതൃത്വം ഒന്നാകെ കോടതിയിൽ കയറാൻ പോകണം. തിരുവനന്തപുരത്ത് വഞ്ചിയൂരിൽ ഒരു റോഡ് അടച്ചിട്ട് ഒരു വമ്പൻ സമ്മേളനം നടത്തിയിരുന്നവർ. ഈ സമ്മേളനം തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷൻ അറിഞ്ഞില്ല, പോലീസുകാരും അറിഞ്ഞില്ല, അവിടുത്തെ SHO ഒന്നും അറിഞ്ഞില്ല എന്നാ പറയണേ. അതായത് എന്തായാലും ഈ CPM നേതാക്കൾ വന്നപ്പോൾ, ഭരണകക്ഷി നേതാക്കളാണല്ലോ, സംസ്ഥാന നേതാക്കളൊക്കെ വരുന്ന സമയത്ത് എന്തായാലും കുറച്ച് പോലീസുകാർ അവിടെ വട്ടം ചുറ്റി നിൽക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അവരാരും ഇതൊന്നും കണ്ടിട്ടില്ല, ഈ സമ്മേളനം നടന്നവരാരും കണ്ടിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. അതായത് അനുമതിയില്ല. ഈ അടുത്ത കാലത്ത് ഒരു പള്ളിയിൽ വിശേഷവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാലോ, കരോൾ ഗാനം പാടി എന്ന് പറഞ്ഞുകൊണ്ട്, ക്രിസ്മസ് കരോൾ ഗാനം മൈക്കിൽ പാടി പെർമിഷൻ എടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചയും വിളി നായിട്ടുണ്ടാക്കിയിട്ട് അത് മുടക്കിയ ഒരു പോലീസുകാരനെ നമ്മൾ കണ്ടു. അതായത് എങ്ങനെ ഇവിടെ വഷളാക്കാം, ഇവിടെ സാമൂഹിക ജീവിതം, സമാധാനപൂർവ്വം നടക്കുന്ന ജീവിതം എങ്ങനെ വഷളാക്കാമെന്ന് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത്ര മിടുക്കുള്ള ആൾക്കാർ ആ പോലീസുകാർ. അതുപോലെയുള്ള മഹാസംഭവങ്ങൾ, അങ്ങ് എരുമേലിയിൽ നടന്നിട്ടുള്ള സംഭവം, ഒരുത്തനെ കള്ളക്കേസിൽ കുടുക്കി അകത്താക്കിയ സംഭവങ്ങൾ, ഇപ്പൊ കഴിഞ്ഞ ദിവസം വിവാഹ സൽക്കാരം കഴിഞ്ഞ് മടങ്ങി വന്ന ഒരു കുടുംബത്തെ അടിച്ച് ശരിയാക്കിയ സംഭവം, ഇങ്ങനെ അക്രമങ്ങളും അതിക്രമങ്ങളും ഒക്കെ നടത്താൻ എവിടെയും പോലീസ് മുന്നിലുണ്ട്. അതുപോലെ പാർട്ടി നേതാക്കന്മാരെയും പാർട്ടിക്കാരെയും സപ്പോർട്ട് ചെയ്യാനും പോലീസുകാർ മുന്നിലുണ്ട്. എന്നാൽ ജനങ്ങളുടെ കൂടെ നിൽക്കാൻ ആരും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ. കോടതി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സംഭവം കോടതി മാത്രമാണ് കണ്ടത്. ഏതായാലും പാർട്ടി നേതാക്കന്മാരെ അടപടല എല്ലാവരും കൂടി കോടതിയിൽ 10-ാം തീയതി വന്ന് ഹാജരായിക്കൊള്ളണം എന്ന് ഉത്തരവിട്ടപ്പോൾ സംസ്ഥാന നേതൃത്വം മൊത്തത്തിൽ കുടുങ്ങിയിട്ടുണ്ട്. ഈ സർക്കാർ തന്നെ കുടുങ്ങിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയത്തില്ല. വലിയ വാർത്തയൊന്നും ആയിട്ടില്ല ഇത്. പക്ഷെ വലിയ വാർത്ത ആകേണ്ടതാണ്. സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടി കാണിച്ചിട്ടുള്ള തോന്നിയാസം, ഭരണഘടനാ ലംഘനം, അതുപോലെ സത്യപ്രതിജ്ഞാ ലംഘനം, നിയമവിരുദ്ധമായ പ്രവർത്തനം, ഇതെല്ലാം ഒരുമിച്ച് നടത്തിയിട്ട് സത്യത്തിൽ ഈ മന്ത്രിസഭ പിരിച്ചുവിടേണ്ടതാണ്. അതാണ് വേണ്ടത്. കാരണം ഇതൊക്കെ അനുവദിച്ചു കഴിഞ്ഞാൽ സത്യപ്രതിജ്ഞാ ലംഘനം കൂടിയാണ്. അപ്പോൾ എന്നിട്ടും അതൊന്നും കാണാത്ത പോലീസ്, അല്ലെങ്കിൽ അതൊന്നും കാണാത്ത നേതൃത്വം, പാർട്ടി, അവരെ തടയിടാൻ കോടതി തന്നെ വരേണ്ടി വന്നു. 10-ാം തീയതി മുഴുവൻ ആൾക്കാരോടും ഹാജരാകാൻ പറയുമ്പോൾ നമ്മുടെ ഗോവിന്ദൻ മാഷ് മാത്രമാണ് അന്ന് പാർട്ടി സമ്മേളനം നടക്കുന്നത്, ദയവായി ഒന്ന് നീട്ടിത്തരണമെന്ന് പറഞ്ഞത്. ഏതായാലും 2 ദിവസം നീട്ടി 12-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് വന്ന് ഹാജരാവണമെന്ന് കോടതി ഉത്തരവിട്ടേക്കാണ്. ഒരാളെയും വെറുതെ വിടുന്ന ഒരു ലക്ഷണം കാണുന്നില്ല. പൂച്ചയ്ക്കാരും മണികെട്ടും എന്ന് കഴിഞ്ഞ 9 വർഷമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് മണികെട്ടാൻ കഴിയുന്നില്ല. ഒരു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്നു ഇവിടെ, പഠിച്ച പണി 18 നോക്കി, മണികെട്ടാനോ ഒതുക്കാനോ കഴിഞ്ഞില്ല. CPM തന്നെയാണ് മുന്നിട്ട് നിന്നത്. ചെറിയ കുട്ടികളെ, SFI കുട്ടികളെ ഇറക്കിയാണ് കളിച്ചത് എന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം വന്ന ഗവർണർ, അദ്ദേഹത്തെ തുടക്കത്തിലെ പണിയെടുക്കാൻ തുടങ്ങിയത് അദ്ദേഹം തിരിച്ചറിഞ്ഞ് കളിച്ചത് കൊണ്ട് തൽക്കാലം അദ്ദേഹത്തിനോട് കോർക്കാതെ നിൽക്കുന്നു എന്ന് കരുതി CPM ഒതുങ്ങി നിൽക്കണോ? അല്ല. അപ്പോൾ എന്തായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ കോടതിയെ ഉള്ളൂ. ഇവിടെ എപ്പോഴും വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയെയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തെ KSRTC ഡ്രൈവർ യദുവിൻ്റെ കാര്യം നോക്കിയാലും, കണ്ണൂരിലെ ADM നവീൻ ബാബുവിൻ്റെ വിഷയം നോക്കിയാലും, അതായത് ഒരു ചെറുപ്പക്കാരനെ വഴിയിൽ തടഞ്ഞ് കള്ളക്കേസിൽ, ലൈംഗിക ആക്ഷേപ കേസിൽ പ്രതിയാക്കിയാലും, ഒരുത്തനെ കൊന്നു കെട്ടിത്തൂക്കിയാലും, ഒരു സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ കൊന്നു കെട്ടിത്തൂക്കിയാലും, എവിടെയും വേട്ടക്കാർക്കൊപ്പം നിന്നുകൊണ്ട് പാർട്ടിക്കാരെ സംരക്ഷിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. അല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോൾ ആ സന്ദർഭത്തിൽ കോടതിയെങ്കിലും വടിയെടുത്തുകൊണ്ട് ജനങ്ങളുടെ കൂടെ നിന്നില്ല എന്നുണ്ടെങ്കിൽ നീതി നടപ്പിലാക്കാൻ, അല്ലെങ്കിൽ ഇവിടുത്തെ നിയമം നടപ്പിലാക്കാൻ, ഭരണഘടന എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് നടപ്പിലാക്കാൻ കോടതിയെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ പ്രയാസം തന്നെ. ഏതായാലും കോടതി കയറട്ടെ. എന്തോ ചാനലുകൾ, അതുപോലെ മറ്റു വാർത്താ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്, സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടിയാണ്. സകല നേതാക്കളെയും കോടതിയിൽ ചിലക്കാണ്ട് വന്നോ, മര്യാദയ്ക്ക് കയറിയെന്ന് സമാധാനം പറഞ്ഞിട്ട് പൊയ്ക്കോ, കോടതിയിൽ നേരിട്ട് വന്നോ എന്ന് പറയുമ്പോൾ ഒരു വലിയ സംഭവമാകേണ്ടതാണ്. ദേശാഭിമാനി ഈ വാർത്ത അറിഞ്ഞിട്ടില്ല. ഞാനൊന്ന് അരിച്ചു പെറുക്കി, പക്ഷെ അത്തരത്തിലൊരു വാർത്ത കണ്ടിട്ടില്ല. മറ്റു ചില മാധ്യമങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ വാർത്ത കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ അന്തിച്ചർച്ചയാകുന്നില്ല. എന്താണെന്ന് അറിയില്ല. നമ്മുടെ മാധ്യമങ്ങൾക്കും അതുപോലെ മറ്റ് ചാനലുകൾക്കും, എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഒഴികെയുള്ള മറ്റാർക്കും ഇപ്പോൾ ജനങ്ങളുടെ കാര്യത്തിൽ താല്പര്യമില്ല എന്നതാണ് വസ്തുത. അത് തന്നെയാണ് വസ്തുത. ഏതായാലും ഹൈക്കോടതി വടിയെടുത്ത നിലയ്ക്ക് എന്താവുമെന്ന് അറിയില്ല. 10-ാം തീയതി ബിനോയ് വിശ്വം അടക്കമുള്ള മുഴുവൻ നേതാക്കളും, 12-ാം തീയതി ഗോവിന്ദൻ മാഷും കോടതിയിൽ ഹാജരായതിനു ശേഷം എന്താണ് കോടതി പറയുന്നതെന്ന് നോക്കാം. Different angles. Don't forget to subscribe and support this channel.